കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം കേട്ടോ. ഇന്നലെ മിഞ്ഞാന്നോ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒരു പോസ്റ്റ് കണ്ടു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ഡേവിഡ് കറ്റാലിനെ പുറത്താക്കണം, ഇവനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റാണ്. അതായത് ഇൻ ഓർ ഔട്ട്, ഒഴിവാക്കണോ അതോ നിലനിർത്തണോ എന്ന് പറഞ്ഞിട്ട് ഫാൻസിൻ്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നി. എന്ത് തെറ്റാണ്, കുറേ ആൾക്കാർ പറയുന്നത് കേട്ടു ഈ ചങ്ങായിനെ കൊണ്ട് ഒന്നും കൂട്ടിയാൽ കൂടില്ല, കറ്റാലിനെ പുറത്താക്കണം, ഇവനെ കൊണ്ടൊന്നും നടക്കൂല, കയ്യൂല, അവന് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യണ കണ്ടു. ആകെ 3 കളിയാണ് തോറ്റിട്ടുള്ളത്. ഒരു കാര്യം പറയട്ടെ, ഒരു മരുഭൂമി ചെന്നിട്ട് കുറച്ച് വിത്തും അതേപോലെ തന്നെ കുറച്ച് തൈകൾ കൊടുത്തിട്ട് ഒരാളോട് പറയാം ഈ ഇവിടെ കൃഷി നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? ഒരിക്കലും നടക്കാൻ പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം, ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത് എന്താ അറിയോ, ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ള പ്ലെയേഴ്സ് ഒക്കെ ആവറേജ് നിലവാരമുള്ള പ്ലെയേഴ്സാണ്, വിദേശ താരങ്ങൾ. അപ്പോൾ ഇവരെ കൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് എന്ത് ചെയ്യാനാണ്? കോച്ചിനൊന്നും ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഇവർ ആരെ സൈൻ ചെയ്ത് ഓരെ കുറിച്ച് പറയും. കാരണം എന്താ, ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയേഴ്സ് ആവറേജ് പ്ലേയേഴ്സാണ്. അപ്പോൾ അതാണ്, ഒരു ടീമിൽ ഏതൊക്കെ പ്ലേയേഴ്സ് ഉണ്ടോ ആ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചല്ല വിജയം പരാജയമൊക്കെ ഉണ്ടാവുള്ളൂ. കോച്ച് പരമാവധി മാക്സിമം ചെയ്യുന്നുണ്ട്. മാക്സിമം ചെയ്തിട്ടും കൂടി കിട്ടണില്ലെങ്കിൽ അതിന് ഉത്തരവാദി പ്ലേയേഴ്സ് തന്നെയാണ്. പ്ലേയേഴ്സിനെ കൂടെ കൂട്ടിയാൽ കൂടുന്നില്ല. കാരണം ബാക്കിയുള്ള ടീമിലെ പ്ലേയേഴ്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് കളി നടന്നത് ഇൻ്റർ കാഷിനേറ്റാണ്. ആ ഇൻ്റർ കാശ് ചെയ്ത ഫോറിൻ പ്ലേയേഴ്സ് പേര് ഓർമ്മയില്ല, ആ പ്ലേയേഴ്സിൻ്റെ കളി പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയേഴ്സിൻ്റെ അടുത്ത് നിന്ന് വരുന്നില്ല. ആകെ ചത്ത് കളിക്കുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു പുതിയ സെൻറ്റർ ഫോർവേഡായിട്ടുള്ള കെവിന്യോക്ക് മാത്രമേ ഉള്ളൂ. കെവിന്യോക്ക് ആ ലാസ്റ്റ് കുറേ മുന്നേറ്റങ്ങൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ, ഒറ്റയ്ക്കൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരിക്കലും കപ്പടിക്കാൻ ചാൻസ് ഇല്ല, അത് 100% ഉറപ്പാണ്. കാരണം ആ ഒരു നിലവാരത്തിലുള്ള പ്ലേയേഴ്സാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലയിലുള്ളൂ. പിന്നെ മാർക്കറ്റ് വാല്യൂ ഇല്ല, ഡോളറിൻ്റെ എണ്ണമൊന്നും നോക്കിയിട്ട് കാര്യമില്ല, അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ ലൂണനെയും ഇപ്രാവശ്യത്തെ ഏതെങ്കിലും ഒരു പ്ലെയറിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുമോ? നോഹനെയും ഏതെങ്കിലും പ്ലെയറിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ജീസസ് സിമിനസിയും ഇല്ല. അപ്പോൾ ആ ഒരു കളിച്ചു പോയ പ്ലേയേഴ്സിൻ്റെ നിലവാരത്തിന് പകുതിയുള്ള പ്ലേയേഴ്സ് മാത്രമാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ള സംഭവങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ കോച്ച് എന്ത് ചെയ്യാനാണ്? കോച്ചിൻ്റെ കയ്യിൽ ഒരു വടിയും കുറച്ച് പഞ്ചാരയും കൊടുത്തുകൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കേണ്ട കേസല്ല. കോച്ച് മാക്സിമം ചെയ്യുന്നുണ്ട്. കോച്ചിന് ഒരു നിങ്ങൾ ആലോചിക്കുക, ഇപ്രാവശ്യത്തെ സീസൺ ഒരിക്കലും നടക്കാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ സീസണാണ്. ഈ സീസണിന് മുമ്പ് ഒരു പ്രീ സീസൺ മാച്ച് പോലും കളിച്ചിട്ടില്ല. ആ പേരിന് 1-2 ചിലപ്പോൾ കളിച്ചിട്ടുണ്ടാവും. ഈ പ്ലേയേഴ്സ് അധികം ബ്ലാസ്റ്റേഴ്സിന് വന്നിട്ടുള്ള ഒക്കെ പുതിയ പ്ലേയേഴ്സാണ്. ഈ പുതിയ പ്ലേയേഴ്സിനെ വെച്ചിട്ട് എത്ര ഒരു മിംഗ്ലിംഗ് മാച്ച് നടത്തിയിട്ടുണ്ട്. ഈ ഒരു ISL തുടങ്ങുന്നതിന് മുമ്പ് ഇവരൊന്ന് സെറ്റ് ആവണ്ടേ, അതിന് വേണ്ടിയിട്ട് എത്ര മാച്ച് ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കോച്ച് നിരപരാധി. കോച്ചിനെ കുറിച്ച് ഒന്നും പറയില്ല, കോച്ച് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ വല്ല ചില പോരായ്മകൾ. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, ഇനി ഇറക്കാൻ ബാക്കിയില്ലാത്ത പ്ലേയേഴ്സാരാ? എല്ലാവരും ഇറക്കില്ലേ? ഇനി എന്താ ചെയ്യുക? കോച്ച് ഇതിനപ്പുറം എന്ത് ചെയ്യും? കയ്യിൽ സാധനം ഇല്ലാതെ ഒരു തോക്ക് കൊടുത്തുകൊണ്ട് അതിൽ വെടിയില്ലാതെ വെടിവെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതിൽ വേണ്ടേ, ഉണ്ടായാലല്ലേ സൗണ്ട് ഉണ്ടാവുള്ളൂ. ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശ്നം തന്നെ, ഒരു കാറിന് 4 ടയർ വരിയിട്ട് ഈ ഊട്ടി വരെ പോയി വരിക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ്? ആ ടയർ വേണ്ടേ? ഇനിയിപ്പോൾ എത്ര AC ഇല്ലെങ്കിലും ടയർ ഇല്ലാതെ പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ തന്നെയാണ്, ടയർ പോയ കാറിൻ്റെ അവസ്ഥയാണ്. കാറിൻ്റെ ഒരു ഡ്രൈവർ ഉണ്ട്, കോച്ച് ഡേവിഡ് കറ്റാല, പക്ഷേ അതിൽ സാധനമില്ല, ടയറില്ല, പ്ലേയേഴ്സ് ഇല്ല. ഈ സീസണിൽ ഒരു കപ്പടിക്കാനുള്ള പ്ലേയേഴ്സ് ഇല്ല എന്ന് സീസൺ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത്ര സാലറി കൊടുക്കാനേ ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ആ ഒരു നിലവാരത്തിലുള്ള പ്ലേയേഴ്സ് മാത്രമേ ടീമിലുള്ളൂ. അപ്പോൾ പിന്നെ ഇതല്ലാതെ ഇതിനപ്പുറം എന്താ ചെയ്യുക? ഇപ്പോൾ ഈ സീസണിൽ നമുക്ക് പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, എല്ലാ കളിയൊന്നും ജയിക്കാൻ ശ്രമിക്കുക, അല്ലാതെ കപ്പ് എന്നുള്ള മോഹമാണ് മാറ്റി വെച്ചത്. അതിന് നടക്കില്ല, അത് കിട്ടാനും പോണില്ല. കാരണം ഫസ്റ്റത്തെ 3 കളി തോറ്റപ്പോൾ തന്നെ ആകെ 13 കളിയുള്ളൂ, 12 കളിയുള്ളൂ. അപ്പോൾ അതല്ല, ഇനിയുള്ള കളി മാക്സിമം ഒന്ന് നല്ല രീതിയിൽ കളിച്ചിട്ട് ഒന്ന് ജയിക്കാൻ നോക്കുക, അത്ര നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ സീസണിൽ ഒന്നുമില്ല. അത് സീസൺ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ ഡേവിഡ് കറ്റാലനെ വെറുതെ ഓരോ സീസൺ കൂടുമ്പോൾ ഓരോ കോച്ചിനെ പുറത്താക്കിയിട്ട് ഇനിയിപ്പോൾ ഇവാൻ വന്നു, ഈ കറ്റാലിനെ പുറത്താക്കിയിട്ട് ഇവാൻ വന്നിട്ടോ ഈ കളീനെ കളിച്ച് കഴിഞ്ഞാൽ ഇതേ പറയുന്ന ആൾക്കാർ പറയും ഇവാനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല, ഇവാൻ്റെ അത് ഗ്യാസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി വേറെ ആളെ നോക്കുക. അതിങ്ങനെ മാറ്റാ കൊണ്ടുവരാം അതെന്താ? അപ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഈ സീസണിൽ പൊതുവേ പ്രതീക്ഷയില്ലാത്തൊരു സീസണാണ് സീസൺ തുടങ്ങിയപ്പോൾ തന്നെ. പിന്നെ കുറേ ആൾക്കാർ ഓരോ പ്ലെയർ വരുമ്പോൾ ഇങ്ങനെ തള്ളി മറിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടൊന്നും കാര്യമില്ല. അത് കുറേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഈ സീസണിലെ പ്ലേയേഴ്സ് അധികം ആവറേജ് പ്ലേയേഴ്സ്, അതിന് താഴെയുള്ള പ്ലേയേഴ്സാണ്, അതിനപ്പുറത്തേക്കുള്ള ക്വാളിറ്റി ഓർക്കില്ല. കാരണം അത്രേ സാലറി അവർക്ക് കൊടുക്കണുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ലൂണക്ക് 1 ലക്ഷം സാലറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം വന്ന പ്ലെയർ 50,000 കൊടുക്കുന്നുണ്ടാവുള്ളൂ. ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേവിഡ് കറ്റാലെ കോച്ചിനെ മാറ്റിയതൊന്നുമല്ല, അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡ് തന്നെയാണ്. നമുക്കറിയാലോ, കഴിഞ്ഞ സീസണിൽ ലൂണ കളിക്കുന്ന ഒരു പൊസിഷനിലാണ് മർലോണും സ്ട്രൂജിലോ കളിക്കുന്നത്. ഏതോ ഒരു കളിയിൽ ഏതോ ഒരു സ്കിൽ ഇട്ടു എന്ന് പറഞ്ഞിട്ട് പ്ലെയർ വലിയ പ്ലെയർ ആവില്ല. അതിനപ്പുറത്തേക്ക് ട്രൂജിലോക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് ചെയ്തു, ഒരു നല്ലൊരു പാസ് പോലും ട്രൂജിലോൻ്റെ കയ്യിൽ നിന്ന് മുന്നേറ്റ നിലയിലേക്ക് പോയിട്ടില്ല.
ട്രൂജിലോ ആണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ജയിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളി. ഞാൻ കണ്ടിട്ടുള്ള പ്രശ്നം മർലോൺ ട്രൂജിലോ കളിക്കുന്ന ആ ഒരു AMF പൊസിഷൻ, പ്ലേ മേക്കർ പൊസിഷനിൽ ബ്ലാസ്റ്റേഴ്സിന് വിചാരിച്ച ഒരു പാസിങ്ങോ അല്ലെങ്കിൽ ഒരു നല്ലൊരു മുന്നേറ്റമോ കിട്ടുന്നില്ല. മധ്യനിരയിൽ ബാക്കിയുള്ള ഇന്ത്യൻ പ്ലേയേഴ്സിനൊപ്പം സപ്പോർട്ട് ചെയ്യുന്ന പ്ലെയറാണ് ട്രൂജിലോ അമ്പയെ പരാജയമാകുന്നതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രശ്നം. നമുക്കറിയാലോ കെവിൻ യോക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ആ ഒരു വിങ് കൂടെ ഒക്കെ കഴിഞ്ഞ കളി കണ്ടാൽ തന്നെ ലാസ്റ്റ് ഒരു 15 മിനിറ്റിൽ എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. നല്ല സ്കില്ലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരുപാട് ക്രോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്ന് തല വെക്കാൻ പോലൊരു ആളില്ല എന്ന് പറയുമ്പോൾ ഫിനിഷിങ്ങും മിഡ്ഫീൽഡുമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നേരിടുന്ന പ്രശ്നം. അതിന് സൊല്യൂഷൻ ഇല്ല. ഇനി ആരെയും ഒഴിവാക്കാനോ കയറ്റാനോ ഒന്നും പറ്റില്ല. കാരണം ഉള്ളത് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഈ സീസൺ, അതായത് ഉള്ളവരെ വെച്ച് കളിക്കുക. അപ്പോൾ ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ വിക്ടർ ബെർത്തോമിയുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻറ്റർ ഫോർവേഡ് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കാലിൽ പന്ത് കിട്ടേണ്ട മച്ചന്മാരെ, കാലിലേക്ക് പന്ത് കിട്ടില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ. അല്ലാതെ ഈ പ്ലെയേഴ്സ് ഒന്നും കളിക്കാതെ അന്തം വിട്ട് ഇതേപോലെ നടന്നിട്ട് ലാസ്റ്റ് കോച്ചിനെ തലയൊക്കെ ഇടുന്നതിന് എന്ത് കഥയാണുള്ളത്? ടയറില്ലാത്ത വണ്ടി പോലെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ. പ്ലെയേഴ്സ് നല്ല രീതിയിൽ കളിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. പക്ഷേ അതിനും കുറ്റം പറയാൻ പറ്റില്ല. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് നിലവാരത്തിലുള്ള പ്ലെയേഴ്സിനാണ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരെ കൊണ്ട് ഇതിനപ്പുറത്തേക്ക് കളിക്കാൻ പറഞ്ഞാൽ അത് നടക്കുന്ന കേസല്ല. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസൺ കട്ടപ്പൊക്കെയാണ്. അപ്പോൾ ബാക്കിയുള്ള മത്സരങ്ങൾ എങ്ങനെയെങ്കിലും ജയിക്കാൻ നോക്കുക, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇനി കിരീടം നേടാനോ അല്ലെങ്കിൽ പുതിയ പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന നടപടിയാണ്ട് കേസ്, അല്ലെങ്കിൽ 1-2 മാസം കൊണ്ട് തന്നെ ഈ സീസൺ തീരുമാനമാവും. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിനെ മാറ്റാൻ പറയുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം വന്നിട്ടുള്ളൂ, ആകെ 2-3 കളി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തന്നെ കോച്ചിനെ മാറ്റാൻ പറയുന്നതിന് അപ്പോൾ ഈ പ്ലേയേഴ്സിന് ആരും കുറ്റം പറയുന്നത് കാണുന്നില്ല. പ്ലേയേഴ്സൊക്കെ ആവറേജ് കളിയെ കളിക്കുന്നുള്ളൂ. ഒരു മെൻറ്റാലിറ്റി അവർക്ക് കാണുന്നില്ല. ഒരു ഗോളിന് പിന്നിലായാലുണ്ടല്ലോ അതൊന്ന് തിരിച്ചടിക്കണം, അതുപോലും പ്ലേയേഴ്സിൻ്റെ ഇതിന് കാണില്ലല്ലോ. അപ്പോൾ പ്ലേയേഴ്സ് തന്നെ ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ടീമിലെ പ്ലേയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ടീമിലെ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി കുറവായതുകൊണ്ടാവും ചിലപ്പോൾ വിജയങ്ങൾ കിട്ടാത്തത്. ഫസ്റ്റിലെ 3 കളി തോറ്റെന്ന് വിചാരിക്കണ്ട. ചിലപ്പോൾ ഇനിയും ഭാവിയിൽ എത്ര കളികൾ ജയിക്കോ തോൽക്കോ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതേപോലെ അവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ്. ഇനിയിപ്പോൾ എല്ലാ കളിയല്ല ഒരു 4-5 കളി ചിലപ്പോൾ ജയിക്കും. അതൊക്കെ ഭാഗ്യം പോലെയാണ്. നമ്മളെ ടീമിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കണം, മാനേജ്മെൻറ്റിൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. ആർക്കും പൈസ ഇല്ല, ഉള്ള പൈസ വെച്ച് കണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ ഇതിനപ്പുറത്തേക്ക് ഇനിയൊരു മാന്ത്രിക മാജിക് ഒന്നും പോസിബിൾ അല്ല ഈ സീസൺ. അടുത്ത സീസൺ നോക്കുക, അത്ര പറയാൻ പറ്റുള്ളൂ. കാരണം ഈ സീസണിൽ ഇനി ഇതിനപ്പുറത്തേക്ക് ഒന്നും കിട്ടാനില്ല. പ്ലേയേഴ്സിന് സൈൻ ചെയ്യും, ഉള്ള പൈസ കൊണ്ട് ഇപ്പോൾ ഒരു 100 രൂപ കൊടുത്തുകൊണ്ട് മെസ്സിനെ കൊണ്ടുവരാൻ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതാണ് മാനേജ്മെൻറ്റിൻ്റെ അവസ്ഥ. 100 രൂപയ്ക്ക് 100 രൂപേൻ്റെ ആ ഒരു വാല്യൂ ഉള്ള പ്ലെയറിനല്ലേ കിട്ടുള്ളൂ. അല്ലാതെ മെസ്സിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അതാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. കാരണം കയ്യിൽ 5 പൈസ ഇല്ല, 10ൻ്റെ വാടക കൊടുക്കാൻ പോലും പൈസ ഇല്ല. ഇങ്ങനത്തെ ആൾക്കാർ എങ്ങനെയാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യുക? ആരും ഒന്നും കുറ്റം പറയാൻ പറ്റാത്ത സീസൺ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഉള്ള കളി കാണാം. അത് ജയിക്കുകയാണെങ്കിലും തോൽക്കുകയാണെങ്കിലും കളി ഒന്ന് കണ്ടിട്ടൊന്ന് എൻജോയ് ചെയ്യുക. അത്രേ നമുക്ക് ഈ സീസണിൽ പറ്റുള്ളൂ. അല്ലാതെ കിരീടം എന്നുള്ള മോഹം ഈ സീസണിലേ അല്ല. അത് എപ്പോഴേ അസ്തമിച്ചിട്ടുണ്ട്. ആ ഒരു സൈനിങ്ങിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ടൈംസ് ഓഫ് ഇന്ത്യൻ്റെ ആ ഒരു ന്യൂസ് വെച്ച് പറഞ്ഞിട്ട് ഈ സീസണിൽ ഒരു ചാൻസും ഇല്ല. അപ്പോൾ അടുത്ത സീസൺ നോക്കുക. ഈ സീസണിൽ ഭാവിയിലുള്ള കളികളൊക്കെ ജയിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, നല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.